നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബൃഹദാരണ്യകോപനിഷത്ത് എപ്പിസോഡ് 303. മന്ദകർമ്മം ചതുരൗദുംബരമാകുന്നു. അതായത് അത്തിമരത്തിൽ നിന്നുണ്ടാക്കിയ 4 സാധനങ്ങൾ അടങ്ങിയതാണ് അത്. അത്തി കൊണ്ട് നിർമ്മിച്ച സ്രുവം, ചമസം, 2 കടകോൽ, കൂടാതെ ഇതിൽ നെല്ല്, യവം, എള്ള്, ഉഴുന്ന്, ചാമ, പ്രിയങ്കു, ഗോതമ്പ്, മസുരം, ഗൽവം, ഗലകുലം എന്നീ 10 ഗ്രാമീണ അന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അവ പൊടിച്ച് തൈര്, തേൻ, നെയ്യ് എന്നിവയിൽ കുഴച്ച് നെയ്യ് കൊണ്ട് ആഹൂതി ചെയ്യാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭൂതങ്ങളുടെ രസം പൃഥിവിയാകുന്നു. പൃഥിവിയുടെ രസം ജലവും, ജലത്തിൻ്റെ രസം ഔഷധികളും, ഔഷധികളുടെ രസം പുഷ്പവും, പുഷ്പങ്ങളുടെ രസം ഫലങ്ങളും, ഫലങ്ങളുടെ രസം പുരുഷനാകുന്നു. പുരുഷന്റെ രസം അതായത് സാരാംശം രേതസ്സാകുന്നു. ആ പ്രജാപതി ചിന്തിച്ചു, എനിക്ക് ഈ വീര്യത്തെ സ്ഥാപിക്കുവാൻ സുയോഗ്യമായ പ്രതിഷ്ഠയെ, അതായത് ആധാരഭൂമിയെ സൃഷ്ടിക്കണം. അതുകൊണ്ട് അദ്ദേഹം സ്ത്രീയെ സൃഷ്ടിച്ചു. അവളെ സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം അവളുടെ അധോഭാഗത്തെ ഉപാസിച്ചു, അതായത് മൈഥുന കർമ്മത്തെ സംവിധാനം ചെയ്തു. അതുകൊണ്ട് സ്ത്രീയുടെ അധോഭാഗത്ത് ഉപാസിക്കണം. പ്രജാപതി ഉത്കൃഷ്ടഗതിശീലമായ പ്രസ്തര ഖണ്ഡ സദൃശമായ ശിഷ്ണേന്ദ്രിയത്തെ സൃഷ്ടിച്ച് അതിനെ സ്ത്രീ യോനിയിലേക്ക് പ്രേരിപ്പിച്ചു. അത് ഈ സ്ത്രീയുമായി സംസർഗം ചെയ്തു. സ്ത്രീയുടെ ഉപസ്ഥേന്ദ്രിയമാകുന്നു ആണ് വേദി. അവിടത്തെ രോമങ്ങൾ കുശമാകുന്നു. യോനിയുടെ മധ്യഭാഗം പ്രജ്വാലിതമായ അഗ്നിയാകുന്നു. യോനിയുടെ പാർശ്വഭാഗത്തായി കാണപ്പെടുന്ന ബലമുള്ള 2 മാംസഖണ്ഡത്തെ മുഷ്കം എന്ന് പറയുന്നു. ഈ 2 മുഷ്കങ്ങളുമാണ് അതിശവണം എന്ന പേരാൽ പ്രസിദ്ധമായ ചർമാത്മകമായ സോമഫലകം. വാജപേയ യജ്ഞം കൊണ്ട് യജമാനൻ എത്ര പുണ്യലോകം കൈവരുമോ അത്രയും അവന് ലഭിക്കുന്നു. ഇപ്രകാരം മനസ്സിലാക്കി മൈഥുന കർമ്മം ചെയ്യുന്നവൻ ഈ സ്ത്രീകളുടെ പുണ്യത്തെ അവരുദ്ധമാക്കുന്നു. ഇതറിയാത്തവൻ മൈഥുനം ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ തന്നെ അവൻ്റെ പുണ്യത്തെ അവരുദ്ധമാക്കുന്നു. ഈ മൈഥുന കർമ്മത്തെ വാജപേയ സമ്പന്നമെന്നറിയുന്ന അരുണപുത്രനായ ഉദ്ദാലകനും ഇതിനെ അതേ രൂപത്തിൽ അറിയുന്ന മുദ്ഗലപുത്രനായ നാഗനും മേൽപ്പറഞ്ഞ രൂപത്തിൽ അറിഞ്ഞിട്ടുള്ള കുമാര ഹാരീതൻ എന്ന മുനിയും ഇങ്ങനെ പറയുന്നു. നിരീന്ദ്രിയന്മാരും സുഹൃതഹീനന്മാരും മൈഥുനജ്ഞാനത്തെപ്പറ്റി പരിചയമില്ലാത്തവരായിരുന്നിട്ടും മൈഥുന കർമ്മത്തിൽ ആസക്തിയോടെ പ്രവർത്തിക്കുന്നവരും ഭരണധർമ്മത്തോട് കൂടിയവരും നാമമാത്ര ബ്രാഹ്മണർ എന്നു കരുതുന്നവരുമായ അനേകം പേരുണ്ട്. അവർ പരലോകഭ്രഷ്ടരായിത്തീരുന്നു. പത്നിയുടെ ഋതുകാലം സമാഗതമാകുന്നതിന് മുമ്പ് ഈ പ്രാണോപാസകന്റെ വീര്യം അധികമായോ കുറവായോ, ഉറങ്ങുമ്പോഴോ ഉണർന്നിരിക്കുമ്പോഴോ വീണുപോയാൽ അവൻ താഴെ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തം ചെയ്യേണ്ടതാകുന്നു. ആ വീര്യത്തെ കൈകൊണ്ട് സ്പർശിക്കുകയും അഭിമന്ത്രിക്കുകയും ചെയ്യണം. സ്പർശിക്കുമ്പോൾ ഇങ്ങനെ പറയണം: ഇന്ന് ഞാൻ സ്ഖലിച്ച് പൃഥിവിയിൽ വീണതും മുൻപ് അന്നത്തിൽ വീണിട്ടുള്ളതും ജലത്തിൽ വീണിട്ടുള്ളതുമായ എൻ്റെ വീര്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ചെറുവിരൽ കൊണ്ടും പെരുവിരൽ കൊണ്ടും ആ വീര്യത്തെ സ്വീകരിച്ച് 2 സ്തനങ്ങളുടെയും പുരികങ്ങളുടെയും മധ്യഭാഗത്ത് പുരട്ടണം. വീര്യരൂപത്തിൽ സ്ഖലിച്ച് വെളിയിൽ പോയ എൻ്റെ ഇന്ദ്രിയം വീണ്ടും എൻ്റെ അടുക്കൽ മടങ്ങി വരട്ടെ. എനിക്ക് വീണ്ടും തേജസ്സും സൗഭാഗ്യവും ലഭിക്കുമാറാകട്ടെ. അഗ്നിസ്ഥാനീയരായ ദേവന്മാർ വീണ്ടും എൻ്റെ ശരീരത്തിൽ ഈ വീര്യത്തെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കട്ടെ. നമസ്കാരം. ബാക്കി അടുത്ത എപ്പിസോഡിൽ.